കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ കേരള സന്ദർശനത്തിന് ഞായറാഴ്ച തുടക്കം. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ എണ്ണിപ്പറഞ്ഞുള്ള വിശദമായ മെമ്മോറാണ്ടമാണ് സംസ്ഥാന ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്നത്. കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വിഹിതത്തിൽ കേരളത്തോട് അനുഭാവം കാണിക്കണമെന്നാണ് പ്രധാന ആവശ്യം. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗാരിയയുടെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘമാണ് സന്ദർശനത്തിന് എത്തുന്നത്. കേന്ദ്രവിഹിതമായി 40,000 കോടി രൂപ പ്രതിവർഷം അധികമായി അനുവദിക്കാൻ കേന്ദ്രം തയ്യാറാകണമെന്നതാണ് ധനവകുപ്പിന്റെ പ്രധാന ആവശ്യം. 41% കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വിഹിതം. ഇത് 50 ഉയർത്തണമെന്ന ആവശ്യവും കേരളം മുന്നോട്ട് വയ്ക്കും. ഒരു വശത്ത് കേന്ദ്രവിഹിതം 50% ഉയർത്തണമെന്ന ആവശ്യം, മറുവശത്ത് അത് 36% കേന്ദ്രം കുറച്ചേക്കുമെന്ന ആശങ്ക. ഇതിന് നടുവിലാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ സംസ്ഥാനത്ത് സന്ദർശനത്തിനെത്തുന്നത്. 10ാം ധനകാര്യ കമ്മീഷൻ വരെ കേന്ദ്ര നികുതി വിഹിതത്തിന്റെ 3.8% സംസ്ഥാനത്തിന് ലഭിച്ചിരുന്നത്. എന്നാൽ 2011 സെൻസസ് പ്രകാരം ചട്ടങ്ങൾ പരിഷ്കരിച്ചതോടെ സംസ്ഥാനത്തിന്റെ നികുതി വിഹിതം 1.92% കുറയുകയായിരുന്നു. ഇതാണ് കടുത്ത ധനപ്രതിസന്ധിക്ക് വഴിവെച്ചത്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളമേറെ പുരോഗതി കൈവരിച്ചെന്നും ഇനി അധിക സഹായത്തിന്റെ ആവശ്യമില്ലെന്നുമാണ് കേന്ദ്ര നിലപാട്. ബീഹാർ, ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് അധിക സഹായം നൽകുന്നത് പിന്നാക്കാവസ്ഥ പരിഗണിച്ചാണെന്നും കേന്ദ്രം വാദിക്കുന്നു. അതേസമയം ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഉൾപ്പെടെയുള്ള തുടർച്ചയായ പ്രകൃതി ദുരന്തങ്ങൾ കാരണം സംസ്ഥാനത്തുണ്ടായ പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ച് കേന്ദ്ര സമീപനത്തിൽ മാറ്റം വരുത്തണമെന്നാണ് ധനവകുപ്പിന്റെ നിവേദനം. ഞായറാഴ്ച മുതൽ 3 ദിവസമാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗാരിയയുടെ നേതൃത്വത്തിലുള്ള സംഘം സംസ്ഥാന സന്ദർശനത്തിനെത്തുന്നത്. 10 രാവിലെ കമ്മീഷൻ മുഖ്യമന്ത്രിയെ സന്ദർശിക്കും. രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും വ്യാപാര വ്യവസായ പ്രതിനിധികളുമായും ചർച്ച നടത്തുന്നുണ്ട്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം.